വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യാസ് ലൈഫ് ഇവൻറ്റ്സ്. ഇന്ന് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ ഈ സമ്മർ സ്പ്രിംഗ് സീസണിൽ ഭയങ്കര കോമൺ ആയിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ കാണാം. നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ അത്ര കോമൺ അല്ല. അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരും ഈ ടൈമിൽ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഓപ്റ്റ് ചെയ്യുക ട്രാവലിന് വേണ്ടി ഈ സമ്മർ സ്പ്രിംഗ് സീസണിൽ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തൊട്ടൊരു ആഗ്രഹമാണ് അതൊന്നും ഓടിക്കണമെന്ന്. ലൈസൻസ് ഒന്നും വേണ്ടല്ലോ, നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഓടിക്കാമല്ലോ. അപ്പോൾ കുറച്ച് നാളായി ആഗ്രഹിക്കുന്നു, പക്ഷേ ഇന്നാണ് നമ്മൾ അത് സാഫല്യമാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടർ അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഇത് ആൾക്കാർ ഇങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യണ കാരണം ഓരോ സ്ഥലത്ത് ഇത് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓരോ സ്ഥലത്തൊന്നും പറയാനില്ല കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളപ്പോൾ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് ഈ സ്കൂട്ടർ ഇരിക്കണേന്ന്. അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ച് നോക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടർ. ഇത് നമുക്ക് ഫോണിൽ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഓൾമോസ്റ്റ് കുറേ എണ്ണം ഉണ്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഇങ്ങനെ റെൻറ്റിന് കൊടുക്കണത്. അപ്പോൾ നമ്മളതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇത് എവിടെയാണ് കിടക്കണതെന്ന് നമുക്ക് ആപ്പ് കാണിച്ചു തരും. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇത്. VOID ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ആപ്പ്. നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയി കിടക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ അവിടെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അൺലോക്ക് ഫീ 10 SEK, പെർ മിനിറ്റ്സ് 3 SEK, പിന്നെ ടാപ്പ് ടു റൈഡ്. അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്യാനും പറ്റും. അത് ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ തന്നെ ഉണ്ടാവും ആ കോഡ്. ഇവിടെ അവൈലബിലിറ്റി, പാർക്കിംഗ്, സ്ലോ, ബാറ്ററി എന്ന് കാണിക്കും. ഇത് നമ്മൾ ഓൾറെഡി എടുത്തു, അത് കാരണമാണ് അവൈലബിലിറ്റിക്ക് മാറി ബാറ്ററിയിൽ ഗ്രീൻ കത്തണം, അല്ലെങ്കിൽ ഈ അവൈലബിലിറ്റിയിലാണ് ഗ്രീൻ കത്തുക. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, ഗോ എന്ന് പറഞ്ഞിട്ട്. ഈ ബട്ടൺ കാണിച്ചു കൊടുത്ത് ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. ഇതിങ്ങനെ താഴേക്ക് പ്രസ് ചെയ്യണം. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് ഓടിക്കണമെന്ന് നോക്കാം. ഞാൻ ഇതിക്കൂടെ അമ്മ സ്റ്റാർട്ട് ചെയ്തിട്ട് കയറാം. വെയിറ്റ് ചെയ്യും. അമ്മ സ്റ്റാർട്ട് ചെയ്തിട്ട് കയറാണ്. വെയിറ്റ് ചെയ്തോ. നമ്മൾ സ്റ്റാൻഡ് കളയല്ല, സ്റ്റാൻഡ് ചെയ്ത് വണ്ടി എടുക്കുക. ഓക്കെ, എന്നിട്ട് കയറിയിട്ട് കാലുകൊണ്ട് നമ്മൾ രണ്ടും പുഷ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഈ സ്റ്റാർട്ട് എന്ന് പറയണത് താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇത് തന്നെ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ വരുന്നുണ്ടോ? ഇവിടെ കയറി നിന്നോ. ഇവിടെ പിടിക്കും, അവിടെ അമ്മ ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കാലുകൊണ്ട് ആദ്യം രണ്ട് പുഷ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് ഇത് മൂവ് ചെയ്യുള്ളൂ. സൂപ്പർ. യെസ്, ഇറങ്ങിക്കോ. ഡായി പോണ്, കൂടെ പൊക്കോ. നൈനു എങ്ങോട്ടാ പോണേ? ബൈ ബൈ. തിരിച്ചു വന്നോളെ. സ്റ്റാൻഡ് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ, ലൈറ്റ് വേണ്ടിയിട്ട് ലൈറ്റ് ബെല്ലുണ്ടെന്ന് തോന്നുന്നുണ്ട്. നേരത്തെ ഇങ്ങനെ സൗണ്ട് കേട്ടല്ലോ. ബെല്ലില്ല. ഇത് വരുന്നുണ്ടെന്ന് ഇങ്ങനെ ആൾക്കാർക്ക് അറിയാം. നമ്മൾ കൂവോ? ഒരു ചെറിയ ബെല്ലുണ്ട് കേട്ടാ. അയ്യോ, ഇവിടെ കൃത്യമായ ബെല്ലുണ്ട്. വെറ്റനു ഇഷ്ടായി. കുത്തിക്കോളൂ.
ഇതിപ്പോൾ പല കമ്പനിയുടെ ഉണ്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പോൾ ഓരോ കമ്പനി അനുസരിച്ച് അതിൻ്റെ റേറ്റ് വ്യത്യാസമാണ്. നമുക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടർ അൺലോക്ക് ചെയ്യാൻ 10 SEK ആണ്. അത് കഴിഞ്ഞ് മിനിറ്റിന് 2 SEK മുതൽ 3 SEK വരെ. അപ്പോൾ നമ്മൾക്ക് എത്ര നേരം ഓടിക്കാം അതിനനുസരിച്ച് SEK കൂടുന്നു മാത്രം. വാ, ലെറ്റ്സ് ഗോ. പോട്ടെ. Let's go, Nano. Bye. Acha bye para. Acha bye. Bye. ഇപ്പോൾ ഓരോ കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറിനും നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അപ്പോൾ തന്നെ കൊടുക്കും. ഇപ്പോൾ നമ്മൾ ആപ്പിൽ ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ചാർജ് അവിടെ കാണിക്കും, ആപ്പിൽ തന്നെ കാണിക്കും. ഇപ്പോൾ ഫുള്ളി ചാർജ്ഡായ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു 15 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ പോകുന്നതാണ്. അത് പിന്നെ ഇപ്പോൾ അത് ഓടിക്കുന്ന ആളുടെ വെയിറ്റ്, പിന്നെ നമ്മൾ ഓടിക്കുന്ന രീതി, അതൊക്കെ അനുസരിച്ച് ഡിപ്പെൻസ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്പീഡ് ലിമിറ്റ്, ഇവിടെ സ്റ്റോക്ക്ഹോമിൽ ഇതിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 km/h ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്യണ പോലെ നൈനൂനെ ഫ്രണ്ടിൽ ഇരുത്തി ഡബിൾ വെച്ച് പോകാനൊന്നും പാടില്ല. ഇത് ഒരാൾ സിംഗിളായിട്ട് മാത്രം ഓടിക്കേണ്ട ഇലക്ട്രിക് സ്കൂട്ടറാണ്. അത് കാരണം തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രമാണ് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ട്രൈ ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ സിറ്റിയിലേക്കൊക്കെ പോകണമെങ്കിൽ ഉണ്ണീനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവൾ പ്രീ സ്കൂളിൽ പോകുന്ന ദിവസം വേണം ഇലക്ട്രിക് സ്കൂട്ടറും കൊണ്ട് സ്റ്റോക്ക്ഹോം സിറ്റി വരെ ഒന്ന് പോകാൻ. പിന്നെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യണമെങ്കിൽ അവർ ഹെൽമെറ്റ് വെക്കണമെന്ന് നിർബന്ധമാണ്. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ച് കഴിഞ്ഞ് നമ്മൾക്ക് ഇനി മതിയായെങ്കിൽ നമ്മളത് ഒരു സ്ഥലത്ത് ഒതുങ്ങിയൊരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ആപ്പ് എടുത്തിട്ട് ലോക്ക് ചെയ്ത് വെക്കണം. ആപ്പിൽ ലോക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഇതുവരെയുള്ള യൂസ് ചെയ്തതിൻ്റെ ചാർജ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാർഡിൽ നിന്ന് ക്രെഡിറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇലക്ട്രിക് സ്കൂട്ടർ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ സൈക്കിളൊക്കെ ചവിട്ടുന്ന പോലെ തന്നെ അത്രയ്ക്ക് എഫേർട്ടില്ല. ഇതാ ബട്ടൺ അമർത്തി പിടിച്ച് അങ്ങോട്ട് പൊക്കോളൂല്ലോ. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്